ഹലോ ഫ്രണ്ട്സ്, മൂവി അപ്ഡേറ്റ്സ് ഞാനിലേക്ക് സ്വാഗതം. ബാമ അയ്യോ രാമ എന്ന് പറഞ്ഞ അവിടത്തിന്റെ ടീച്ചർ വരും പറഞ്ഞിരുന്നു, അത് വന്നിട്ടുണ്ട്. പിന്നെ പെരിസ് എന്ന് പറഞ്ഞ അവിടത്തിന്റെ ഫുൾ ജൂക്ക് ബോക്സ് പുറത്തിറക്കിയിട്ടുണ്ട്. പിന്നെ ഡ്രാഗൺ എന്ന് പറഞ്ഞിടത്തിലത്തെ റൈസ് ഓഫ് ഡ്രാഗൺ എന്ന് പറഞ്ഞിട്ടുള്ള വീഡിയോ സോങ് പുറത്തിറക്കി. ഈ പടം എത്ര ആൾക്കാർ ഇപ്പോൾ കണ്ടെന്നുള്ള അറിയില്ല. OTT റിലീസ് ആയിട്ടുണ്ട്. കാണാത്തവരുണ്ടെങ്കിൽ എന്തായാലും കണ്ടുനോക്കുക, കിഡ്ലം പടമാണ്. പിന്നെ ആദ്യത്തെ 369 എന്ന് പറഞ്ഞിട്ടുള്ള പടത്തിന്റെ റിലീസ് വരാൻ പോവാണ് ഏപ്രിൽ 4 അപ്പോൾ അതിന്റെ ഒരു പുതിയ പോസ്റ്റർ വന്നു. പിന്നെ കേസരി ചാപ്റ്റർ 2 ദ അൺടോൾഡ് സ്റ്റോറി ഓഫ് ജാലിയൻ വാലാബാഗ് എന്ന് പറഞ്ഞിട്ടുള്ള അക്ഷയകുമാർ അഭിനയിക്കുന്ന പടം, അതിന്റെ ടീച്ചർ വരും പറഞ്ഞിരുന്നു, അത് വന്നിട്ടുണ്ട്. പിന്നെ റെയ്ഡ് 2 എന്ന് വെച്ചാൽ ജയദേവ അഭിനയിക്കുന്ന റെയ്ഡ് എന്ന് പറഞ്ഞ പടത്തിന്റെ 2ാം ഭാഗം വരാൻ പോവാണ്. അത് മെയ് 1 റിലീസ് ചെയ്യാൻ അറിയിച്ചിട്ടുണ്ട്. പിന്നെ മാഡ് സ്ക്വയർ എന്ന് പറഞ്ഞിടത്തിന്റെ 4 days to go പോസ്റ്റർ വന്നു. പിന്നെ അടുത്തിന്റെ ട്രെയിലർ എന്ന് വരുന്നുള്ള അറിയിച്ചിട്ടുണ്ട്. പിന്നെ ഫുൾ എന്ന് പറഞ്ഞിട്ടുള്ള അവിടത്തിന്റെ റിലീസ് ഏപ്രിൽ 11 അറിയിച്ചിട്ടുണ്ട്. അതിന്റെ ട്രെയിലർ പുറത്തിറങ്ങിയിട്ടുണ്ട്. പിന്നെ ജാട്ട് എന്ന് പറഞ്ഞിടത്തിന്റെ ട്രെയിലർ പുറത്തിറങ്ങിയിരുന്നു. അപ്പോൾ അതിന്റെ ഒരു ഇവന്റ് കടന്നിരുന്നു, അതിന്റെ ഫോട്ടോ ഇട്ടിട്ടുണ്ട്. പിന്നെ 4 വിൻഡോസ് എന്ന് പറഞ്ഞിട്ടുള്ള അവിടത്തിന്റെ ഒരു പുതിയ പോസ്റ്റർ വന്നു, ഞാൻ സ്ക്രീനിൽ കാണിക്കാം. പിന്നെ OG എന്ന് പറഞ്ഞ അവിടത്തിന്റെ ഭാഗത്ത് നിന്ന് ഇമ്രാൻ ഹാഷ്മിനെ ബർത്ത്ഡേ വിഷ് ചെയ്തുകൊണ്ട് പോസ്റ്റർ ഇറക്കി. പിന്നെ സൗബിൻ ഷാഹിന്റെ ഒരു പുതിയ ഫോട്ടോ ഇട്ടിട്ടുണ്ട്, അത് ഞാൻ സ്ക്രീനിൽ കാണിക്കാം. പിന്നെ 28 ഡിഗ്രി സെൽഷ്യസ് എന്ന് പറഞ്ഞ അവിടത്തിന്റെ ഒഫീഷ്യൽ ട്രെയിലർ പുറത്തിറങ്ങി. പിന്നെ ദ ഡോർ എന്ന് പറഞ്ഞ അവിടത്തിന്റെ ഒഫീഷ്യൽ ട്രെയിലർ പുറത്തിറങ്ങിയിട്ട് ഭാവനയാണ് മെയിനായിട്ട് ഈ പടത്തിൽ അഭിനയിക്കുന്നത്. പിന്നെ അഭിലാഷ് എന്ന് പറഞ്ഞ ഇടത്തിലത്തെ സുമാസിദ എന്ന് പറഞ്ഞിട്ടുള്ള പാട്ട് പുറത്തിറങ്ങി. പിന്നെ സ്കൈഫോഴ്സ് എന്ന് പറഞ്ഞിട്ടുള്ള പടം ആമസോൺ പ്രൈമിലൂടെ ഇപ്പോൾ സ്ട്രീമിംഗ് ആയിട്ടുണ്ട്. പിന്നെ ഗാംഗസ് എന്ന് പറഞ്ഞ പടത്തിന്റെ 30 days to go പോസ്റ്റർ വന്നു, ഏപ്രിൽ 24 പാട്ട് റിലീസ് ആവുന്നത്. പിന്നെ രാജപുത്തിരൻ എന്ന് പറഞ്ഞ പടത്തിന്റെ ഓഡിയോ റൈറ്റ്സ് എടുത്തിരിക്കുന്നത് ട്രെൻഡ് മ്യൂസിക് എന്നുള്ള അറിയിച്ചു. പിന്നെ സംക്രാന്തി കോസ്ന എന്ന് പറഞ്ഞ പടം C5 സ്ട്രീമിംഗ് ആയിരുന്നു, അത് 400 million പ്ലസ് മീൻസ് കണ്ടിട്ടുണ്ട് ആൾക്കാർ എന്നുള്ള അറിയിച്ചിട്ടുണ്ട്. പിന്നെ കോർട്ട് സ്റ്റേറ്റ് VS നോബഡി എന്ന് പറഞ്ഞിട്ടുള്ള ഞാൻ പ്രസന്റ് ചെയ്ത പടം, ആ പടം 10 ദിവസം കൊണ്ട് 50 കോടി നേടി എന്നുള്ള അറിയിച്ചിട്ടുണ്ട്. പിന്നെ ഹിറ്റ് ദ തേർഡ് കേസ് എന്ന് പറഞ്ഞിട്ടുള്ള നാനിയുടെ അടുത്ത റിലീസ് ആകാൻ പോകണം പടം, മെയ് 1 പടം റിലീസ് ആകാൻ പോകുന്നത്. ആ പടത്തിലത്തെ ഫസ്റ്റിംഗിലായിട്ടുള്ള പ്രേമ വെല്ലുവ എന്ന് പറഞ്ഞിട്ടുള്ള പാട്ട് പുറത്തിറങ്ങിയിട്ടുണ്ട്. ഒരു കുഴപ്പമില്ലാത്ത പാട്ടായിട്ടാണ് തോന്നി. എന്തായാലും 1.5 million പ്ലസ് വ്യൂസോ കഴിഞ്ഞിട്ടുണ്ട്. പിന്നെ സൽമാൻ ഖാന്റെ ചിക്കന്ദർ എന്ന് പറഞ്ഞ പടത്തിന്റെ ബുക്കിംഗ് ഇന്ന് ഓപ്പൺ ആവുന്നുള്ള അറിയിച്ചിട്ടുണ്ട്. എന്തായാലും അതിന്റെ ഒരു പോസ്റ്റർ വന്നിട്ടുണ്ട്, അത് ഞാൻ സ്ക്രീനിൽ കാണിക്കാം. പിന്നെ പ്രണവ് മോഹൻലാലിന്റെ അടുത്തോളം രാഹുൽ സദാശിവനാണ് എടുക്കുന്നതെന്നുള്ളതൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതിന്റെ ഷൂട്ടിംഗ് ഏപ്രിലായിട്ടൊക്കെ തുടങ്ങുന്നുള്ളതാണ് പറഞ്ഞിട്ടുണ്ടായിരുന്നു. എന്തായാലും ഷൂട്ടിംഗ് 24 തന്നെ തുടങ്ങിയിട്ടുണ്ട്. എന്നുവെച്ചാൽ ഇന്നലെ ഈ പടത്തിൽ വർക്ക് ചെയ്യുന്ന ടീം എന്ന് പറഞ്ഞാൽ ബ്രഹ്മയുഗത്തിന്റെ സെയിം ടീം തന്നെയാണ്, അതും അറിയിച്ചിട്ടുണ്ട്. എന്തായാലും 2 ഫോട്ടോസ് കിട്ടിയിട്ടുണ്ട്, 2 ഞാൻ സ്ക്രീനിൽ കാണിക്കാം. പിന്നെ വീരധീര സൂര്യൻ പാർട്ട് 2 എന്ന് പറഞ്ഞിട്ടുള്ള പടത്തിന്റെ കേരള പ്രൊമോഷൻ ഇവന്റ് നടന്നിരുന്നു, അപ്പോൾ എൻ്റെ ഫോട്ടോ ഇട്ടിട്ടുണ്ട്, ഞാൻ സ്ക്രീനിൽ കാണിക്കാം. ഇനിയിപ്പോൾ ഇന്ന് മധുരയിലാണ് ഇവരുടെ പ്രൊമോഷൻ ഇവന്റ് അടക്കാൻ പോകുന്നത്, അത് 11 മണിക്കായിരിക്കും. അതുമാതിരി തിരുച്ചിയിലും ഉണ്ട്, അത് 6 മണിക്കായിരിക്കും എന്നുള്ള അറിയിച്ചിട്ടുണ്ട്. പിന്നെ പടത്തിന് ബുക്കിംഗ് ഓപ്പൺ ആയിട്ടുണ്ട്. പിന്നെ പടത്തിന്റെ 3 days to go പോസ്റ്റർ വന്നിട്ടുണ്ട്, നല്ല പോസ്റ്റർ ആയിട്ടാണ് തോന്നിയത്. പിന്നെ പടത്തിലത്തെ ഒരു പാട്ട് കൂടി ഉണ്ടെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു, അത് ജൂക്ക് ബോക്സിൽ പുറത്തിറങ്ങിയാണ്. അതിന്റെ ലിറിക്കൽ വീഡിയോ ഒന്ന് പുറത്തിറങ്ങുന്നതായിരുന്നു. ഇത് ഈ പടത്തിലത്തെ പ്രൊമോ സോങ് ആണ്, അയില അല്ലേല എന്ന് പറഞ്ഞിട്ടുള്ള പാട്ട്. എന്തായാലും പാട്ട് നല്ല പാട്ടായിട്ടാണ് തോന്നിയത്, കേൾക്കാത്തവരുടെ കേട്ട് നോക്കുക. പിന്നെ റെട്രോ എന്ന് പറഞ്ഞ പടത്തിന്റെ തിങ്കളാഴ്ച വരുന്ന സംഭവമാണ് കോമിക് എന്ന് പറഞ്ഞിട്ടുള്ള സംഭവം, BTS ബിഹൈൻഡ് ദ സീന് ചേർത്തിട്ടുള്ള കോമിക് രീതിയിലുള്ള സംഭവം. അതിന്റെ എപ്പിസോഡ് 7 പുറത്തിറങ്ങിയിട്ടുണ്ട്. എന്തായാലും അതൊക്കെ ഞാൻ സ്ക്രീനിൽ കാണിക്കാം. ഇതിൽ മെയിനായിട്ട് കണിമ എന്ന് പറഞ്ഞിട്ടുള്ള പാട്ടിനെ കുറിച്ചിട്ടുള്ള സംഭവമാണ് കൊടുത്തിട്ടുള്ളത്. ഈ കണിമ എന്ന് പറഞ്ഞിട്ടുള്ള പാട്ട് എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു, കേൾക്കാത്തവരുണ്ടെങ്കിൽ എന്തായാലും കേട്ടു നോക്കുക. പാട്ട് ഇറങ്ങിയപ്പോൾ എന്ന് ഞാൻ പറഞ്ഞാണ് നല്ലൊരു പാട്ടാണെന്നുള്ളത്. എന്തായാലും ഈ പാട്ട് ഒരു 15 മിനിറ്റ് ലോങ് ഷോട്ട് സിംഗിൾ ഷോട്ടിലാണ് എടുത്തിട്ടുള്ളത് എന്നാണ് പറഞ്ഞിട്ടുള്ളത്. അതിൻ്റെ ഇടയ്ക്ക് ഫൈറ്റ്സും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. എന്തായാലും പടം മെയ് 1 റിലീസ് ആകാൻ പോകുന്നത്, വെയിറ്റിംഗിലാണ്, കണ്ടറിയാൻ എന്തൊക്കെ നടക്കാൻ പോകുന്നത്. അപ്പോൾ ഇതുപോലത്തെ അപ്ഡേറ്റ്സിന് വേണ്ടിയിട്ടാണ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ബെല്ലൈക്കൺ ക്ലിക്ക് ചെയ്യുക. അടുത്തൊരു വീഡിയോ കാണുന്നവർക്കും ബൈ.